Next question. Explain the procedure to determine the endurance limit of a material. Also plot SN curve for steel and aluminium. ഇതാണ് question. So എന്താണ് endurance limit? Explain the procedure to determine the endurance limit of a material. എങ്ങനെയാണ് നമ്മൾ ഒരു മെറ്റീരിയലിൻ്റെ endurance limit എങ്ങനെ കണ്ടുപിടിക്കുക? Endurance limit of a material is defined as the endurance limit of a material is defined as the maximum amplitude of completely reversed stress that a standard specimen can sustain for an unlimited number of cycles without fatigue failure. Since the fatigue test cannot be conducted for unlimited or infinite number of cycles, 10 raised to 6 cycle is considered as a sufficient number of cycles to define the endurance limit. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ ടു ഡിറ്റർമിൻ ദി എൻഡുറൻസ് ലിമിറ്റ് ഓഫ് എ മെറ്റീരിയൽ. അതായത് നമുക്കറിയാം ഇപ്പോൾ ഇതിപ്പോൾ ഒരു എൻഡുറൻസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഒരു ഫെറ്റിക് ലോഡ് കണ്ടീഷനിലാണ് വരിക. അതായത് ലോഡ് ഇങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടേയിരിക്കും. മാക്സിമം ലോഡ്, മിനിമം ലോഡ്, മാക്സിമം ലോഡ്, മിനിമം ലോഡ് ഇങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടേയിരിക്കും. അതിനെ പറയുന്നതാണ് ഫെറ്റിക് ലോഡ്. ഫ്ലക്ച്വേഷൻ ഉണ്ടാവും അവിടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു വാഹനം പോകുന്ന സമയത്ത് നമ്മൾ ആൾക്കാർ കയറുന്നതും ഇറങ്ങുന്നതും കയറി ഇറങ്ങി അങ്ങനെ ആകുമ്പോൾ ലോഡ് ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ബസ്സിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? വാഹനത്തിനൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, സോ വി നോ ദാറ്റ് മിനിമം സ്ട്രെസ്, മാക്സിമം സ്ട്രെസ് അതിങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സൈക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താ പറയണ്ടേ, പോകുന്ന ഒരു അൺലിമിറ്റഡ് സൈക്കിൾസ് എന്ന് വേണം നിങ്ങൾ എടുക്കാൻ. മാക്സിമം സ്ട്രെസ്, മിനിമം സ്ട്രെസ്, മാക്സിമം സ്ട്രെസ് ഇങ്ങനെ വന്നുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു അൺലിമിറ്റഡ് സൈക്കിൾസ് എന്ന് ഇമാജിൻ ചെയ്യാം. അതായത് അൺലിമിറ്റഡ് നമ്പർ ഓഫ് സൈക്കിൾസിനെ ആണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും പറ്റില്ല. അൺലിമിറ്റഡ് നമ്പർ ഓഫ് സൈക്കിൾസിനെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു കാലത്തും പറ്റില്ല. അതായത് അൺലിമിറ്റഡ് നമ്പർ ഓഫ് സൈക്കിൾസിനെ നമുക്ക് എക്സ്പെരിമെൻ്റൽ ലെവലിലേക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, 10 raised to 6 സൈക്കിൾസിനെ നമ്മൾ അൺലിമിറ്റഡ് സൈക്കിൾസ് ആയിട്ട് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കും. അതായത് 10 raised to സൈക്കിൾ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി നമ്പർ ഓഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഇമാജിനേഷൻ, അതാണ് നമ്മൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. 10 raised to സൈക്കിൾ 6 സൈക്കിൾസ്, ഇമാജിനേഷൻ എന്ന് പറയാൻ പറ്റില്ല. എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 10 raised to 6 സൈക്കിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു മെറ്റീരിയൽ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ റിവേഴ്സ് സ്ട്രെസ് പറയുമ്പോൾ മാക്സിമം മിനിമം അങ്ങനെ അതിങ്ങനെ ആക്ട് ചെയ്ത് കൊണ്ടേയിരിക്കുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ മേലെ ഈ മാക്സിമം റിവേഴ്സ്ഡ് സ്ട്രെസ് ആക്ട് ചെയ്യുന്ന സമയത്ത് പോലും ആ മെറ്റീരിയൽ ഫെയിലർ ആവാൻ പാടില്ല. മെറ്റീരിയൽ ഫെയിലർ ആവരുത്. അതായത് ആ മെറ്റീരിയൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് സൈക്കിൾസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ മെറ്റീരിയൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് സൈക്കിൾസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ആ സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്ട്രെസ് ഉണ്ടാവുമല്ലോ. ആ സ്ട്രെസ്സിന് പറയുന്ന പേരാണ് എൻഡുറൻസ് ലിമിറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എൻഡുറൻസ് ലിമിറ്റ് സ്ട്രെസ്, എൻഡുറൻസ് ലിമിറ്റ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് സ്ട്രെസ് that a standard specimen can sustain for an unlimited number of cycles without fatigue failure. Since the fatigue test cannot be conducted for unlimited or infinite number of cycles, therefore 10 raised to 6 cycle is considered as a sufficient number of cycles to determine the അല്ലെങ്കിൽ to define the endurance limit. ഓക്കെ, അങ്ങനെ വേണം എഴുതാൻ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് SN കർവ് എന്താണെന്ന് ചോദിക്കും എക്സാമിന്, അല്ലെങ്കിൽ ഹോളർ കർവ്, WHOLER-CURVE. The SN curve diagram. SN diagram is a plot of, അതൊരു പ്ലോട്ട് ആണ്, ഗ്രാഫ്. ഇറ്റ്സ് എ പ്ലോട്ട് ഓഫ് എന്താ പറയണ്ടേ, ഫെറ്റിക് ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ് സിഗ്മ എ എന്ന് പറയുന്നത് വൈ ആക്സിസിനും അതേമാതിരി നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് ഫെയിലിയർ ക്യാപിറ്റൽ ലെറ്റർ തന്നെ അത് എക്സ് ആക്സിസിലും എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അത് ഒരു പേപ്പറിൽ അല്ല ഒരു സെമി ലോഗ് പേപ്പറിൽ നമ്മൾ വരക്കും. അപ്പോൾ കിട്ടുന്ന ഒരു കർവ്, ആ കർവിൻ്റെ പേരാണ് SN കർവ് എന്ന് പറയുന്നത്. ഓക്കെ, SN diagram is a plot of fatigue alternating stress sigma A along y axis and number of cycles of failure
which will take an x-axis. So based on these two, we will draw a plot on the semi-log paper. So you will get a curve. Those curves we will call it as SN curve. The SN diagram is a plot of fatigue alternating stress sigma A along y-axis versus number of cycles of failure, that is capital letter N, which will take along x-axis, plotted on a paper. For generating SN curve, we collect data from RR Moore test. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കേണ്ടി കിട്ടുന്ന ഡാറ്റാസ് ഒക്കെ വേണമല്ലോ. ആ ഡാറ്റാസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുക? RR Moore ടെസ്റ്റ്. അവിടെ നിന്നാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുക. ഓക്കെ, കൺസിഡർ എ സ്പെസിമൻ അണ്ടർ RR Moore ടെസ്റ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. സോ RR Moore ടെസ്റ്റിൽ ഇത് വിധേയമാക്കുന്ന സമയത്ത് ദ സ്പെസിമൻ വിൽ സബ്ജക്റ്റ് ടു ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ്. ഇപ്പോൾ ആ സ്പെസിമൻ്റെ മേലെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, സ്പെസിമൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ മേലെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബെൻഡിങ്ങും സംഭവിക്കുന്നുണ്ട്, റൊട്ടേഷനും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, നമ്മൾ ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സോ ദ സ്പെസിമൻ റൊട്ടേറ്റ്സ് ഇൻ എ ഫെറ്റിക് ടെസ്റ്റ് മെഷീൻ. ഒരു ഫെറ്റിക് ടെസ്റ്റ് മെഷീനിലാണ് സ്പെസിമൻ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് കരുതുക. ആസ് ദ സ്പെസിമൻ റൊട്ടേറ്റ്സ് ദ മെറ്റീരിയൽ ഈസ് സബ്ജക്റ്റ് ടു കംപ്ലീറ്റ്ലി റിവേഴ്സ് ദ സ്ട്രെസ് സൈക്കിൾ. ഞാൻ പറഞ്ഞത് മാക്സിമം മിനിമം അങ്ങനെ. The highest level of stress occurs at the center where diameter is 7.5 mm. ആ ഫിഗർ നോക്കിയിട്ടാകുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് സ്ട്രെസ് എവിടെ ഉണ്ടാവുക? 7.5 കാരണം മിനിമം ഏരിയ എവിടെയാണോ അവിടെയാണ് സ്ട്രെസ് കൂടുതൽ ഉണ്ടാവുക. ലാർജർ റേഡിയസ് ഈസ് പ്രൊവൈഡഡ് ഓൺലി ഫോർ റെഡ്യൂസിങ് ദി സ്ട്രെസ് കോൺസെൻട്രേഷൻ. അപ്പോൾ 7.5 എന്ന് പറയുന്ന ആ ഒരു ഡയമീറ്റർ, ആ ഒരു മിനിമം ഏരിയയിലാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് ഉണ്ടാവുക. ഈ ലാർജർ റേഡിയസ് എന്തിനാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓൺലി ഫോർ റെഡ്യൂസിങ് ദി സ്ട്രെസ് കോൺസെൻട്രേഷൻ. ഇതാണ് ആ SN കർവിൻ്റെ ഡയഗ്രാം, കണ്ടോ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മേലെ സിഗ്മ യു എന്ന് കാണാൻ പറ്റും, കണ്ടില്ലേ? പിന്നെ അവിടെ ഒരു KNE എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്ലോട്ട് നിങ്ങൾ എക്സാമിന് വരക്കണം. ഇൻഫിനിറ്റ് ലൈഫാണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് ചിത്രം വരച്ചതിന് ശേഷം നിങ്ങൾ മെയിനായിട്ട് കൊടുക്കേണ്ടത് ഇൻഫിനിറ്റ് ലൈഫ് അത് കൊടുക്കുക. അതേമാതിരി വൈ ആക്സിസിൽ എന്താ പറയുന്നത്, എക്സ് ആക്സിസിൽ എന്താ പറയുന്നത്, എൻഡുറൻസ് ലിമിറ്റ്, ആ ഗ്രാഫ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ലോവർ സൈക്കിള്, ഹൈ സൈക്കിള്, ഫൈനൈറ്റ് ലൈഫ് അതും ഓർമ്മയുണ്ടെങ്കിൽ മാർക്ക് ചെയ്തോ. ഈ ലോവർ സൈക്കിളും ഹൈ സൈക്കിളും മാർക്ക് ചെയ്തില്ല കുഴപ്പമില്ല. ഫൈനൈറ്റ് ലൈഫ്, ഇൻഫിനൈറ്റ് ലൈഫ് ബാക്കിയെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആദ്യം ഒരു ഹൈ വാല്യൂ ലോഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഫെറ്റിക് ടെസ്റ്റിംഗ് മെഷീനിൽ ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ കോമ്പണൻറ്റ് ഇത് ബ്രേക്കായി പോകും. പിന്നെ നമ്മൾ ലോഡ് കുറച്ചുകൂടി കുറക്കും, എന്നിട്ട് വീണ്ടും ഫെറ്റിക് ടെസ്റ്റിംഗ് മെഷീനിൽ സബ്ജക്റ്റ് ചെയ്യിക്കും, ആ സമയത്തും ഫെയിൽ ആവും. അപ്പോൾ അങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമ്മൾ ഏതോ ഒരു പർട്ടിക്കുലർ ലോഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ഫെയിൽ ആവില്ല. അപ്പോൾ ആ ഒരു ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന സ്ട്രെസ്സ്, അതിനാണ് എൻഡുറൻസ് സ്ട്രെസ്സ്. ആ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്ന ആ എൻഡുറൻസ് സ്ട്രെസ് ഉണ്ടല്ലോ, ആ ലോഡ് ഇങ്ങനെ സിഗ്മ യു അൾട്ടിമേറ്റ് സ്ട്രെസ് കുറഞ്ഞ് ഏതോ ഒരു പോയിന്റിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ മെറ്റീരിയൽ ഫെയിലിയർ ആവാത്ത ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ പോയിന്റിനെ പറയുന്ന പേരാണ് നീ പോയിന്റ് എന്ന് പറയും, KNE. ഓക്കെ, ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ മെറ്റീരിയൽ സ്റ്റീലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ സ്റ്റീൽ എടുത്തു, എന്നിട്ട് അതിൻ്റെ സിഗ്മ യു വാല്യൂ നമ്മൾ നോട്ട് ചെയ്തു, ആ ചിത്രത്തിൽ കാണുന്ന പോലെ. സോ ബേസ്ഡ് അപ്പോൺ ദി സിഗ്മ യു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ റൊട്ടേറ്റ് ചെയ്യുകയോ പിന്നെ ബെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, ലോഡൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയൽ ചിലപ്പം ഫെയിലായി പോകും എന്ന് തന്നെ വിചാരിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതേ മെറ്റീരിയലിന് അതേ സ്പെസിമെൻ തന്നെ ഞാൻ എടുത്തു, രണ്ടാമത് വേറൊരു സ്പെസിമെൻ എടുത്തു. ഞാൻ അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ ആ വാല്യൂ ഉണ്ട്, അത് കുറച്ചുകൂടി ഞാൻ കുറച്ചിട്ടുള്ള അൾട്ടിമേറ്റ് സ്ട്രെസ് വാല്യൂ. ഓക്കെ, അത് അൾട്ടിമേറ്റ് സ്ട്രെസ് വാല്യൂവിൻ്റെ താഴെ കുറച്ചുകൂടി അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ താഴെ വെച്ചിട്ട് ഞാൻ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ് സ്വാഭാവികമായിട്ട് കുറയല്ലോ, കുറച്ചുകൂടി താഴെ വെച്ചിട്ട് ഞാൻ ലോഡ് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് അപ്പോഴൊന്നും സംഭവിക്കുന്നത്, അപ്പോഴും ആ മെറ്റീരിയൽ ഫെയിൽ ആവുന്നു. അതിൽ ലോഡിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കുറച്ച് കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ലോഡിൻ്റെ ക്വാളിറ്റി കുറച്ച് കൊണ്ടേയിരിക്കുന്ന സമയത്തും ഈ വർക്ക് പീസ് ഫെയിലായി പോകുന്നുണ്ട്. ഓക്കെ,
ഫെയിലായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഓരോ ലോഡിൻ്റെ വാല്യൂ കുറച്ച് വരുന്ന സമയത്തും ഓക്കെ. അപ്പോൾ അത് നമ്മൾ പിന്നെ സ്റ്റീലിന് പറയുമ്പോൾ സ്റ്റീലിനൊരു അൾട്ടിമേറ്റ് വാല്യൂ എന്തായാലും ഉണ്ടാവും, അത് നമുക്കറിയാം. അപ്പോൾ ആ അൾട്ടിമേറ്റ് വാല്യൂനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ വളക്കോ തിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. പിന്നെ വേറൊരു സെക്കൻഡ് സ്പെസിമെൻ നമ്മൾ അതേ സ്റ്റീൽ തന്നെ എടുത്തു, എന്നിട്ട് കുറച്ചുകൂടി ആ അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ താഴെ വെച്ചിട്ട് നമ്മൾ ലോഡ് കൊടുക്കുന്നു. അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തുന്നില്ല, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ സമയത്തും മെറ്റീരിയൽ എന്തായി പോവാം, ഫെയിലായി പോവും. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നീ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മളിപ്പോൾ എത്തി. നീ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളിപ്പോൾ എത്തി. ഇനി ഈ പോയിന്റിൽ വെച്ചിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇനി ഈ നീ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് നമ്മൾ കുറച്ച് കൊണ്ടുവരില്ല ചെയ്യുന്നത്. അപ്പോൾ നീ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് കൊടുത്തിട്ട് നമ്മൾ ബെൻഡ് ചെയ്യുകയോ റൊട്ടേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയലിൻ്റെ ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഈ കാണുന്ന ഭാഗം, ആ മെറ്റീരിയലിൻ്റെ അത്രയും ഭാഗം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈക്കിൾസിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും വിത്തൗട്ട് ഫെയിലിയർ. അപ്പോൾ ഏത് പോയിന്റിൽ വെച്ചാണോ ഈ പ്രോപ്പർട്ടി കാണിക്കുന്നത്, ആ പ്രോപ്പർട്ടി കാണിക്കുന്ന പോയിന്റിൻ്റെ പേരാണ് നീ പോയിന്റ് എന്ന് പറയും. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിൻ്റെ പേരാണ് എൻഡുറൻസ് ലിമിറ്റ് സ്ട്രെസ്. ആ നീ പോയിന്റിൻ്റെ താഴോട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, നീ പോയിന്റിൻ്റെ താഴെ ഇങ്ങോട്ടുള്ള ഭാഗം, ആ ഭാഗത്ത് ഏത് സ്ട്രെസ് വാല്യൂ കൊടുത്താലും ആ മെറ്റീരിയൽ സേഫ് ആയിരിക്കും. അപ്പോൾ ഏത് പോയിന്റിൽ വെച്ചാണോ ആ സ്ട്രെസ് വാല്യൂ കൊടുത്തപ്പോൾ ആ വർക്ക് പീസ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഇൻഫിനിറ്റി നമ്പർ ഓഫ് സൈക്കിൾസ് വർക്ക് ചെയ്തത്, ആ പോയിന്റിനെ നമ്മൾ നീ പോയിന്റ് എന്ന് വിളിക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ നമ്മൾ എൻഡുറൻസ് സ്ട്രെസ് എന്നും വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത് ഇത്രയും, ബാക്കി നിങ്ങൾ ഈ പഠന കാര്യം നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതിക്കൊള്ളണം കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിഗ്മ യുവിൻ്റെ വാല്യൂ, അതൊരു ലോഡ് മാക്സിമം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റീലിൻ്റെ സിഗ്മ യു നമുക്കറിയാം. പിന്നെ ലോഡ് കുറച്ച് കൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് സിഗ്മ യു ആ ലോഡ് കുറച്ച് കൊണ്ടുവരുന്ന സമയത്തും അത് നമ്മൾ സൈക്ലിക് ലോഡിൽ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സ്, അപ്പോൾ അത് എന്താ പറയേണ്ടത്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, മെറ്റീരിയൽ ഫെയിലായി കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ നമ്മൾ ലോഡ് കുറച്ച് എത്തിയ സമയത്ത് പിന്നെ പ്രശ്നമില്ല, നമുക്ക് എത്ര പിന്നെ ഇതായാലും അതിങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും, ഫെയിലറായി പോവാതെ ആ മെറ്റീരിയൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടാവും ലോഡിന്. ഓക്കെ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന സ്ട്രെസ്സിൻ്റെ പേരാണ് എൻഡുറൻസ് സ്ട്രെസ് കേട്ടോ. ഇതും അതേമാതിരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. എസ് എൻ കർവ് ഫോർ അലൂമിനിയം ആൻഡ് സ്റ്റീൽ, അതാണ് എസ് എൻ കർവ് ഫോർ അലൂമിനിയം സ്റ്റീൽ, അത് വരക്കാൻ പറയും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ചിത്രം വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ നീ പോയിന്റ് ഉണ്ടല്ലോ, ഈ സ്റ്റീലിൽ നമുക്ക് നീ പോയിന്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും, കാണുന്നില്ലേ? എന്നാൽ അലൂമിനിയത്തെ സംബന്ധിച്ചിടത്തോളം വി കനോട്ട് ഡിഫൈൻ ദി നീ പോയിന്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ചിത്രം വരച്ചിട്ട് ഈ 2 പോയിന്റ് എഴുതുക, അത് 2 മാർക്കിന് എങ്ങനെ ചോദിക്കൂ കേട്ടോ. അപ്പോൾ അത് ആ വിധത്തിലാണ് നിങ്ങൾ എഴുതാൻ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞത് അത് തന്നെയാണ്, അതൊന്നും കൂടി ഞാൻ പറയുകയാണ്. എന്താണ് സ്റ്റീലിൻ്റെ കേസിൽ നമുക്ക് സ്റ്റീലിൻ്റെ അൾട്ടിമേറ്റ് വാല്യൂ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു എൻഡുറൻസ് ലിമിറ്റ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 35 to 60% ഓഫ് സിഗ്മ യു ആണ്. എൻഡുറൻസ് സ്ട്രെസ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 35 to 60% ഓഫ് സിഗ്മ യു കേട്ടോ. 35 to 60% ഓഫ് സിഗ്മ യു അൾട്ടിമേറ്റ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു എൻഡുറൻസ് ലിമിറ്റ് സ്ട്രെസ് ഓഫ് സ്റ്റീൽ. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ അൾട്ടിമേറ്റ് നമുക്കറിയാം. ഓക്കെ. ഇനി ബേസ്ഡ് അപ്പോൺ ദി സിഗ്മ യു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റീലിനെ വളക്കാനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആ സമയത്ത് മെറ്റീരിയൽ ഫെയിൽ ആയി പോകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ അതേ മെറ്റീരിയലിൻ്റെ വേറൊരു സ്പെസിമെൻ എടുക്കും, അതേ മെറ്റീരിയലിനെ, പക്ഷെ കുറച്ചും കൂടി അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ താഴെ വെച്ചിട്ട് നമ്മുടെ ലോഡ് അപ്ലൈ ചെയ്യും, എന്നിട്ട് ബെൻഡും ചെയ്യും റൊട്ടേഷനും ഒക്കെ കൊടുക്കുന്നത്. ആ സമയത്ത് ആ മെറ്റീരിയൽ ഫെയിലറായി പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ അങ്ങനെ ലോഡ് കുറച്ച് അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു നീ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ എത്തി. ആ പോയിന്റിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് കൊടുത്തിട്ട് ബെൻഡിങ് ആൻഡ് റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയലിൻ്റെ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ആ വലത്തെ ഭാഗത്തുള്ള ഭാഗം, അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈക്കിൾസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും വിത്തൗട്ട് ഫെയിലിയർ ഓഫ് ദാറ്റ് മെറ്റീരിയൽ. അപ്പോൾ ഏത് പോയിന്റിൽ വെച്ചാണോ ഈ പ്രോപ്പർട്ടി കാണിക്കുന്നത്
ആ പ്രോപ്പർട്ടി കാണിക്കുന്ന പോയിന്റിൻ്റെ പേരാണ് നീ പോയിന്റ്. ഓക്കെ, അപ്പോൾ ആ നീ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കാണിക്കുന്ന ആ സ്ട്രെസ് ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് സിഗ്മ ഇ എൻ, ദാറ്റ് ഈസ് എൻഡുറൻസ് സ്ട്രെസ്. ഓക്കെ, അതാണ് സിഗ്മ ഇ എൻ. ഇവിടെ കാണിക്കുന്നുണ്ടോ? കേട്ടോ, എൻഡുറൻസ് ലിമിറ്റ്, ദാറ്റ് ഈസ് എൻഡുറൻസ് സ്ട്രെസ്, ഇത് നീ പോയിന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ സിഗ്മ എസ് എൻ കർവ് ഫോർ അലൂമിനിയം ആൻഡ് സ്റ്റീൽ, അത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ. ആ ഫിഗർ വരച്ചിട്ട് നീ പോയിന്റ് ഒന്നിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, മറ്റേതിൽ നീ പോയിന്റ് ഡിഫൈൻ ചെയ്യുന്നില്ല എന്ന് അത്രയും പറഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.